നടുവിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ വഴി മാറി കൊടുത്താൽ മാത്രമേ ആനകൾക്ക് സുഗമമായി ആനപ്പന്തലിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ഭക്തജനങ്ങളും രണ്ട് സൈഡിലായിട്ട് മാറി നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സ്വർണ്ണക്കുടത്തിൽ കാണിക്ക അർപ്പിക്കുവാനുള്ള ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ശംഭോ മഹാദേവ. എറണാകുളത്തപ്പന് ആനപ്പന്തലിൽ എത്തിച്ചേരുവാനായി ഭക്തജനങ്ങൾ രണ്ട് സൈഡിലായിട്ട് മാറി നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 3 ആനകളും ഈ ആനപ്പന്തലിൽ എത്തിച്ചേരണം. ഭക്തജനങ്ങൾ രണ്ട് സൈഡിലായിട്ട് മാറി നിന്നാൽ മാത്രമേ ആനകൾക്ക് സുഗമമായി കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളുടെ ക്രമീകരണങ്ങളുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാ ഭക്തജനങ്ങളും രണ്ട് സൈഡിലായിട്ട് മാറിക്കൊടുക്കണം. തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമായി മാറി നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. മുതിരപ്പുറം ഈരാറ്റുപേട്ട അയ്യപ്പൻ പട്ടാണിയുടെ കമ്പടിയോടുകൂടി മാതംഗ കേസരി പുതുപ്പള്ളി കേശവന്റെ പുറത്ത് മുൻനിടത്തിൽ വിരാജിക്കുന്ന എറണാകുളത്തപ്പൻ പതുക്കെ പതുക്കെ ആനപ്പന്തലിലേക്ക് എത്തിച്ചേരുന്നു. ഭക്തജനങ്ങൾ നടുവിൽ നിൽക്കുന്നവരെല്ലാവരും അവിടെ നിന്ന് മാറിക്കൊടുത്താൽ മാത്രമേ സുഗമമായി ആനകൾക്ക് ആനപ്പന്തലിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഈ കിഴക്കൂട്ട് അയ്യന്മാരുടെ നേതൃത്വത്തിൽ ഗംഭീര പാണ്ടിമേളം ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. സ്വർണ്ണക്കുടത്തിൽ കാണിക്ക അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഗ്രൗണ്ടിന്റെ വടക്ക് ഭാഗത്ത് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡിനുള്ളിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് ഭഗവാന്റെ മുമ്പിൽ വന്ന് സ്വർണ്ണക്കുടത്തിൽ കാണിക്ക അർപ്പിക്കുകയും പറകൾ നിറച്ചും ധന്യതയോടെ തെക്ക് ഭാഗത്തുകൂടി പുറത്തേക്ക് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ. എന്ത് മനോഹരമായ സായാഹ്നം. ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് തലയെടുപ്പുള്ള ഗജവീരന്റെ മേലെ ഭഗവാൻ എഴുന്നള്ളുന്ന ദിവ്യമായ കാഴ്ച. ഇവിടെ സമത്വമാണ്, ഞാനെന്നും നീയെന്നും വ്യത്യാസമില്ലാത്ത സമഭാവനയുടെ കാഴ്ച. ഭഗവാൻ